കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3, 15 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജ്ഞാനസ്നാനം ഇതൊരു തിരുനാളായിട്ട് സഭയിൽ നമ്മൾ കൊണ്ടാടുകയാണ്. ഈ തിരുനാളോടെ ഒരു സാധാരണ കാലയളവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രത്യേക ക്രിസ്മസ് സീസൺ അതിലൂടെ നമ്മൾ കടന്നു പോകുകയായിരുന്നു. അതിന് ഒരു പര്യവസാനം വന്ന് നമ്മളൊരു സാധാരണ കാലത്തിലേക്ക് നമ്മളിനി പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് വർഷിച്ച കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. മുമ്പോട്ട് നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുനാളാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ. ആദ്യമായിട്ട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുവിന് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ജ്ഞാനസ്നാനപ്പെടുക. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്, സൽഫലങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ യേശുവിന് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് രക്ഷ പ്രാപിക്കാനും പാപമോചനം പ്രാപിക്കാനും ഒക്കെ ഇതാവശ്യമാണ്. പക്ഷേ യേശുവിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പാപമില്ലാത്തവൻ, പലരും പല രീതിയിൽ നോക്കി അവനൊരു പാപം കണ്ടെത്താൻ, അവൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക്, ഒരു തെറ്റ് വന്നത് കണ്ടെത്താൻ ആർക്കും വിജയിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ കാണുകയാണ്, യേശു നമുക്ക് ഒരു മാതൃകയായി മാറി. ലോകം മുഴുവൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി അവൻ ഏറ്റെടുത്ത ഒന്നാണ് അവൻ്റെ ജ്ഞാനസ്നാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം, 5-ാം അധ്യായം, ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ചതെല്ലാം അനുഭവിച്ച ഒരുവനാണ് യേശു ക്രിസ്തു. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തെല്ലാം വേദനകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം അനുഭവിച്ചവൻ. അതുകൊണ്ട് എന്താണ് ഗുണം? നിന്നെ മനസ്സിലാക്കാൻ മറ്റാരെയുംകാൾ യേശുക്രിസ്തുവിന് പറ്റും. നിന്നെ സഹായിക്കാൻ മറ്റാരെയുംകാൾ യേശുക്രിസ്തുവിന് സാധിക്കും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുന്നവരാണോ നമ്മൾ? ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആദ്യം നമ്മൾ യേശുവിലേക്കല്ലേ ഓടുക, നമ്മളെ മനസ്സിലാക്കാൻ. ഇനി അതിന് പകരം ഇന്ന് ഒരുപാട് പരാതി, പരിഭവം പറഞ്ഞിരിക്കുന്നവരെ കാണാൻ പറ്റും. എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എനിക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ് പരാതി, പരിഭവം പറഞ്ഞ് കൂടുതൽ പ്രശ്നത്തിലേക്ക് നടന്നെടുക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ മനസ്സിലാക്കാൻ ഏറ്റവും പറ്റുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവാണ്. അവൻ്റെ അടുത്തേക്കാണ് എന്ത് കാര്യത്തിനും നമ്മൾ ആദ്യം ഓടേണ്ടത്. അങ്ങനെയുള്ളവരെ കറക്റ്റ് സ്ഥലത്ത് കർത്താവ് കൊണ്ട് എത്തിക്കും. രോഗം വരുമ്പോഴാണേലും നീ കർത്താവിൻ്റെ പക്കലേക്ക് ഓടി കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് നമ്മെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് നയിച്ചാലും ആ ഡോക്ടർ കറക്റ്റ് ഡോക്ടറായിരിക്കും. ആശുപത്രി കറക്റ്റ് ആശുപത്രി ആയിരിക്കും. അവിടെ നമുക്ക് കിട്ടേണ്ടത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ യേശുവിൻ്റെ പക്കലേക്ക് ഓടുക. അവനാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ യേശുവിൻ്റെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരു 3 ലെവലിലുള്ള ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്ഷാളനകർമ്മം, ശുദ്ധീകരണ പ്രക്രിയ. യേശു അത്
ചെയ്തില്ല, ആ നിയമം ഒബ്സർവ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പരിസേരും നിയമജ്ഞരും അവരെ കുറ്റപ്പെടുത്തിയത് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ക്ഷാളനകർമ്മം, ശുദ്ധീകരണം, കൈ കഴുകുന്നത്, കാല് കഴുകുന്നത്, ദേഹം ശുദ്ധിയാക്കുന്നത്, ഇങ്ങനെയുള്ളതൊക്കെ അവരുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്, യഹൂദ പാരമ്പര്യത്തിൽ. അത് അനുഷ്ഠിച്ചില്ല എന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിയ വ്യക്തികളെ കാണാൻ പറ്റും. കർത്താവ് ചിലതൊക്കെ ഒഴിവാക്കാൻ കാരണം മനഃപൂർവ്വം ഞാൻ നിയമം ലംഘിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി, ബാഹ്യമായ ശുദ്ധിയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആന്തരിക ശുദ്ധി. അത് പഠിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം, സ്നാപക യോഹന്നാൻ നൽകിയ ജ്ഞാനസ്നാനം. ഇനി അതും ഇതിനേക്കാൾ, ഈ ക്ഷാളന കർമ്മത്തേക്കാൾ അല്പം കൂടി ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് മാനസാന്തരത്തിൻ്റെ ഒരംശമുണ്ട്, ഒരു എലമെൻ്റ്, മാനസാന്തരം. അദ്ദേഹം വിളിച്ചത് മാനസാന്തരത്തിലേക്കാണ്. മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കാൻ പറയുന്ന ആ ഒരു കാര്യം നമുക്ക് ഈ സ്നാപക യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തിൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മുടെ യഥാർത്ഥ രക്ഷയിലേക്ക് നയിക്കുന്നതിന് അതിന് മുന്നോടിയായിട്ട് വന്ന, രക്ഷകന് മുന്നോടിയായിട്ട് വന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ എന്ന് നമുക്കറിയാം. മൂന്നാമത്തേതാണ് പെർഫെക്റ്റ്, പരിപൂർണതയുള്ള ജ്ഞാനസ്നാനം. അതാണ് യേശുക്രിസ്തു സ്ഥാപിച്ചത്, അതാണ് യേശുക്രിസ്തു ഏറ്റെടുത്തതും കൊടുക്കാനായിട്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എപ്പോഴാണ്? ജ്ഞാനസ്നാനം എന്തിനു വേണ്ടിയാണോ അതിൻ്റെ ഉദ്ദേശം നമ്മളിൽ നിറവേറുമ്പോൾ. അല്ലാതെ നമ്മൾ കൊച്ചു കുട്ടികളായിരുന്നപ്പം ആരെങ്കിലും എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി ഇന്നും ഇതെന്താണെന്ന് അറിയാൻ മേലാതെ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ യഥാർത്ഥ രക്ഷയുടെ അനുഭവം അവരെ അനുഭവിക്കണമെന്നില്ല. ചിലരൊക്കെ കുറ്റപ്പെടുത്താറുള്ള ഒരു കാര്യം, കത്തോലിക്ക സഭയിലെ ജ്ഞാനസ്നാനം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെയൊന്നുമല്ല. കാരണം യേശു സ്നാനപ്പെട്ടത് എങ്ങനെയാണ്? യോഹന്നാൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശുവും ചെന്ന് സ്നാനമേറ്റു. അത്ഭുതകരമായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ എഴുന്നള്ളി വന്നു. അതുപോലെ തന്നെ സ്വർഗം തുറക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. നമ്മളൊക്കെ ചെയ്യാറുള്ളത് തന്നെ, പള്ളിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശാലം ഒരു പാത്രത്തിനകത്തോ കുപ്പിക്കകത്തോ ഇരിക്കുന്ന വെള്ളം വെഞ്ചരിച്ചിട്ട് അത് നമ്മുടെ തലയിൽ ഒഴിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ മുക്കിപ്പൊക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ബാപ്റ്റിസം ഒന്നും ശരിയല്ല എന്ന് പറയുന്ന, പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ അത് നല്ല കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ അതങ്ങോട്ട് വിശ്വസിക്കും. പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരു കാര്യം സഭ പഠിപ്പിച്ചിരിക്കുന്നത്, ജ്ഞാനസ്നാനത്തിൽ പ്രധാനപ്പെട്ടത് വെള്ളത്തിൻ്റെ അളവാണോ? നമുക്കാണെങ്കിൽ സാധിക്കും കോടികൾ മുടക്കിയാണ് പള്ളി ഉണ്ടാക്കുന്നത്. ആ പള്ളിക്ക് ഒരു ടാങ്ക് കൂടെ ഉണ്ടാക്കിയിട്ട് വെള്ളം അടിച്ച് അതിനകത്തിട്ടിട്ട് അതിനകത്തൊന്ന് മുക്കിപ്പൊക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണോ? ആ നിവൃത്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ശരിക്കും ജ്ഞാനസ്നാനത്തിൽ പ്രധാനപ്പെട്ടത് വെള്ളത്തിൻ്റെ അളവല്ല. ജ്ഞാനസ്നാനത്തിൽ പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇനി അതുണ്ടാകാൻ ഇന്നും കത്തോലിക്ക സഭയിൽ 3 രീതിയിലുള്ള സ്നാനപ്പെടുത്തൽ ഉണ്ട്. ഏത് വേണേലും സ്വീകരിക്കാം. അത് നമുക്കാണെങ്കിൽ സാധിക്കും, എല്ലാ ജയിലിലൊക്കെ കിടക്കുന്നവർ അധികം സമയമൊന്നും ഇല്ലായിരിക്കാം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അവരെ സ്നാനപ്പെടുത്താൻ. അങ്ങനെയുള്ളിടത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത് നേരെ ചെന്നിട്ട് വെള്ളം തളിച്ചുകൊണ്ട് സ്നാനപ്പെടുത്തുമായിരുന്നു. വെള്ളം തളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഓരോരുത്തരുടെ തലയിൽ ഒഴിക്കുന്നതിനേക്കാൾ തളിക്കുമ്പോൾ ഒരുപാട് പേരെ കവർ ചെയ്തു പോകും. രണ്ടാമത്തേത് ഇപ്പം നമ്മൾ ചെയ്യാറുള്ള വെള്ളം തലയിൽ ഒഴിച്ചുള്ള സ്നാനപ്പെടുത്തൽ ഇന്നും ഉണ്ട് സഭയിൽ. ഈ 3 രീതിയിലുള്ള സ്നാനപ്പെടുത്തൽ. മൂന്നാമത്തേത് വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നത് കത്തോലിക്ക സഭയിലുണ്ട്. വേണമെങ്കിൽ അത് സ്വീകരിക്കാം. അഡൽട്ട് ബാപ്റ്റിസത്തിലൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വിദേശത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതിന് എതിരായിട്ടൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജ്ഞാനസ്നാനത്തിൽ പ്രധാനപ്പെട്ടത് വെള്ളത്തിൻ്റെ അളവല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇനി ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് നമ്മൾ മുങ്ങിപ്പൊങ്ങിയോ എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ
നയിക്കപ്പെടുന്നുണ്ടോ? വേണമെങ്കിൽ ഇങ്ങനെ കുളിച്ചെഴുന്നേറ്റുള്ള സ്നാനം കഴിഞ്ഞിട്ടും വേണമെങ്കിൽ പാപത്തിൽ കുളിച്ച് ജീവിക്കാം. അതാണോ സഭ ഇഷ്ടപ്പെടുന്നത്? അതാണോ യേശു ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജ്ഞാനസ്നാനത്തിൻ്റെ സൽഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. വേണേൽ നമുക്ക് ഒരുപാട് സൽഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജ്ഞാനസ്നാനം വഴി നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ജ്ഞാനസ്നാനത്തിൻ്റെ സൽഫലങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജന്മപാപം കർമ്മപാപം തുടച്ചു മാറ്റപ്പെടും. നമുക്ക് എല്ലാവർക്കും ജന്മപാപം, അത് മറിയത്തിന് മാത്രമേ ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. ജന്മപാപം, കർമ്മപാപം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവായ ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്താൻ പോകുമ്പോൾ ആ ജ്ഞാനസ്നാനത്തിൽ സംഭവിക്കുന്നത് ജന്മപാപവും കർമ്മപാപം അതുണ്ടെങ്കിൽ അതും തുടച്ചു മാറ്റപ്പെടും. എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് വേറൊരു കുമ്പസാരം നടത്തേണ്ട കാര്യമില്ല. അഡൽട്ട് ബാപ്റ്റിസമാണ് സ്വീകരിച്ചത് എങ്കിൽ ആ ബാപ്റ്റിസത്തിലൂടെ കർമ്മപാപം പോലും തുടച്ചു മാറ്റപ്പെടുന്നു. ഇത്രയും വലിയൊരു കാര്യം ഇന്നും കുമ്പസാരത്തിൽ നടക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇന്നും ജ്ഞാനസ്നാനത്തിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ അതിൻ്റെ സൽഫലങ്ങൾ എടുക്കാതെ ജീവിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. സ്നാനപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ പാപത്തിൽ വീഴാതിരിക്കാനുള്ളൊരു ശ്രദ്ധ ജ്ഞാനസ്നാനപ്പെട്ടവർക്ക് ഉണ്ടാകണം. അതെടുക്കാറുണ്ടോ? പ്രഭാഷകൻ 21 വായിച്ചാൽ എൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. സർപ്പത്തിൽ നിന്നെന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലണം. അടുത്ത് ചെന്നാൽ അത് കടിക്കും. ഈ ശ്രദ്ധ നമ്മൾ എടുക്കുകയായിരുന്നെങ്കിൽ എത്ര പാപം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയേനെ, എത്ര പാപ പ്രവർത്തികൾ നമുക്ക് ഒഴിവാക്കി സ്നാനപ്പെട്ടവരെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റിയേനെ. ആ ശ്രദ്ധ ഇല്ലാതിരുന്നതുകൊണ്ടല്ലേ പല സാഹചര്യങ്ങളും നമ്മളെ പാപപ്രവൃത്തിയിലേക്ക് നയിച്ചത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുക, ജ്ഞാനസ്നാനത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുക. രണ്ടാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, അത് ഗലാത്യർ 3:27 വായിച്ചാൽ കാണാൻ പറ്റും. എന്തിനാണ് നാം സ്നാനപ്പെടുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ, യേശുക്രിസ്തുവിനെ ധരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. നമ്മൾ ആ ഒരു ബോധ്യത്തോടെ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറിയാണോ മുമ്പോട്ട് പോവുക? അങ്ങനെയുള്ളവർ ജീവിത വിശുദ്ധിക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കും. ആരെല്ലാം എന്തെല്ലാം നമുക്കെതിരെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കാരണം യേശുവിനെ ധരിച്ചൊരു വ്യക്തിയാണ്. ബുള്ളറ്റ് പ്രൂഫ് കോട്ടിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കിട്ട് വെടിവെച്ചാൽ ഏക്കുമോ? ഏക്കത്തില്ല. കാരണം ബുള്ളറ്റ് പ്രൂഫ് കോട്ട് എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൂടോത്രമാണ് നമുക്ക് ടേക്കാൻ പോവുക? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേണമെങ്കിൽ വിശ്വസിച്ച് അതിന് പരിഹാര പ്രവർത്തികളൊക്കെ ചെയ്ത് നടക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. യേശുവിനെ ധരിക്കാത്തതല്ലേ നമ്മുടെ കുഴപ്പം? ഇസ്രായേലായിട്ട് യാക്കോബായിട്ട് ജീവിക്കാത്തതല്ലേ നമ്മുടെ പ്രശ്നം എന്നുള്ളത് നാം തിരിച്ചറിയണം. മൂന്നാമതൊരു കാര്യം, ജ്ഞാനസ്നാനത്തിൻ്റെ സൽഫലമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നിത്യജീവനുള്ള അർഹത നമുക്ക് ലഭിക്കുക. നമ്മൾ ഏത് കാര്യം ചെയ്താലും, അത് പെരുന്നാൾ നടത്തുന്നതാണേലും കല്യാണം നടത്തുന്നതാണേലും ഷോപ്പിങ്ങിന് പോകുന്നതാണേലും ഫുഡ് കഴിക്കാനിരിക്കുന്നതാണേലും നിത്യതയുടെ തണൽ വിട്ട് നമ്മൾ പെരുമാറരുത്. കാരണം നമ്മൾ ക്രിസ്ത്യാനികളാണ്. നമുക്ക് ചുറ്റുപാടുള്ളവർ പലതും ചെയ്തേക്കാം. ലൗകികനായിട്ടുള്ളത് അങ്ങനെയുള്ള വ്യക്തികൾ പലതും ചെയ്തേക്കാം. നമ്മൾ ലൗകികരല്ലാത്തത് കൊണ്ട്, ആത്മീയരായി ജീവിക്കുന്നതുകൊണ്ട് അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. വ്യത്യസ്തമായ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടാകണം എന്നുള്ളത് സ്നാനം, നമ്മൾ ഏറ്റെടുത്ത ജ്ഞാനസ്നാനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഇന്ന് ക്രിസ്ത്യാനികളുടെ, ക്രൈസ്തവരല്ല കേട്ടോ, ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 3 കൂട്ടരെ കാണാൻ പറ്റും. ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഉറകട്ട ഉപ്പെന്ന് പറയല്ലേ, കെട്ടുപോയ വിളക്കെന്ന് പറയല്ലേ, ഉപയോഗശൂന്യമായ വാഹനം എന്ന് പറയല്ലേ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് കെട്ടുപോയവർ. ഇനി അവർ ക്രിസ്തീയ ജീവിതം അതേക്കുറിച്ച് മൈൻഡും ചെയ്യുന്നില്ല, അത് ജീവിക്കാനുള്ളൊരു പരിശ്രമം അവർ നടത്തുന്നുമില്ല. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ഒരു കരിന്തിരി കത്തുന്ന വിളക്ക് പോലെയാണ്.
എപ്പം വേണേലും കെടും. ഇപ്പോൾ കഷ്ടിച്ച് പള്ളിപ്പോക്ക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന്. ഇനി അങ്ങനെയുള്ളവർ ആളിക്കത്തുന്നവരൊന്നുമല്ല, കരിന്തിരി കത്തുന്ന വിളക്ക് പോലെയാണ്. അത് നമ്മൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുമ്പോൾ സുരക്ഷിതരല്ല എന്നുള്ളത് തിരിച്ചറിയണം. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ആ ഗണത്തിലാണ് നമ്മൾ പെടേണ്ടത്. ആളിക്കത്തുന്ന ക്രിസ്തീയ ജീവിതം നമ്മൾ കാണുന്നുണ്ടല്ലോ. റോമ 12:11 തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക. ഇതുപോലത്തെ ഒരാൾ ഒരു കുടുംബത്തുണ്ടെങ്കിൽ ബാക്കി കുടുംബാംഗങ്ങൾക്ക് അതിൻ്റെ ചൂട് കിട്ടാതിരിക്കുമോ? അതിൻ്റെ സൽഫലങ്ങൾ അവർക്കുണ്ടാകാതിരിക്കുമോ? ആത്മീയതയിൽ ആളിക്കത്തുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടെ മക്കൾക്ക് അതിൻ്റെ നേട്ടമുണ്ടാകാതിരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗണത്തിൽപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും നമ്മൾ ജ്ഞാനസ്നാനമൊക്കെ സ്വീകരിച്ചവരാണല്ലോ. അതിനനുസരിച്ചൊരു ജീവിതം കൂടെ നയിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകും. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.